So, that is the story. അല്ലേ ചന്ദ്രേട്ടൻ? ചെക്ക് കേസിൽ അമ്മു പോലീസ് പിടിയിലാവെന്ന് അറിഞ്ഞപ്പോ യു പ്ലേഡ് എ ഗെയിം. എന്നോട് അനുവാദം ചോദിച്ചു എന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അമ്മുവിനെ നിങ്ങൾ കിരണിനെയും കൂട്ടി നിങ്ങളുടെ ഫാം ഹൗസിലേക്ക് അയച്ചു. ഫോർ മൈ സേക്ക്, എന്നെ കരുതിയിട്ട്, അമ്മുവിന്റെ സേഫ്റ്റിയെ കരുതിയിട്ട്, അല്ലേ? Yes, Ravi. That's all what I could do. Good. Thanks. പിന്നെ പിറ്റേന്ന് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ ഫാം ഹൗസിന് വിഴുങ്ങിയ തീയിൽ കാവൽക്കാരൻ മുനീറിനോടൊപ്പം പാവ എന്റെ കിരണം പെട്ടുപോയിട്ടുണ്ടാവും. അതിനാണ് സാധ്യത, അല്ലേ ചന്ദ്രേട്ടൻ? Ravi, please. I'm terribly sorry. Yes. But Ammu is safe. കിഷൻ ഭട്ടയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായി അവർ തന്നെ ചന്ദ്രേട്ടനെ അറിയിച്ചു. നാളെ രാവിലെ ഭട്ടയുടെ ദൂതന്മാർ എന്നെ കാണാനെത്തും. And they will tell me what exactly I should do. എന്തൊക്കെ എഴുതി കഴിവേറ്റി കൊടുത്താൽ അമ്മുവിനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് പഠിപ്പിച്ചു തരും അവരെനിക്ക്, അല്ലേ ചന്ദ്രേട്ടൻ? രവി, പ്ലീസ്. അറിഞ്ഞ വിവരങ്ങൾ മുഴുവൻ അങ്ങോട്ട് ധരിപ്പിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല ചന്ദ്രേട്ടനും. പ്ലീസ് രവി, ഐ മീൻ ഇറ്റ്. യെസ്. പക്ഷേ എന്റെ ആബ്സൻസിൽ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെപ്പോലും വിവരം അറിയിക്കുന്നത് ഞാനിവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം മതി എന്ന് തീരുമാനിച്ചു ചന്ദ്രേട്ടൻ. രവി, അത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രമത്തിന്റെ ഇടയിലും കാര്യങ്ങൾ പോലീസിൽ അറിയിച്ചാൽ അമ്മുവിന്റെ ജീവൻ അപകടത്തിലായി പോകും എന്നൊരു തീരുമാനമെടുക്കാൻ പോകുന്ന ബുദ്ധിയും കൂടെ തോന്നിച്ചു ചന്ദ്രേട്ടൻ, അല്ലേ? രവി, പ്ലീസ്. എന്തു പറ്റി രവി? ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല എന്നുണ്ടോ രവിക്ക്? അതോ ഡോണ്ട് യു? യെസ്, ഐ ഡു. Rather, I did trust you, but not anymore. രവി, എന്നിട്ട് പറയണം ചന്ദ്രേട്ടൻ, എവിടെ എന്റെ യൂസഫ്? എവിടെ ഉണ്ടവൻ? ഞാൻ പറഞ്ഞല്ലോ രവി, he too is. Yes, he too is missing. ഒരുപക്ഷെ ഭട്ടയുടെ ആൾക്കാർ അവനെയും കെണിവെച്ച് പിടിച്ച് കൊന്നു കാണും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ചോദിച്ച പണം കൊടുത്ത് അവരവനെ വിലക്കെടുത്ത് കാണും, അല്ലേ ചന്ദ്രേട്ടൻ? രവി, ഞാനങ്ങനെ പറഞ്ഞു എന്നല്ലാതെ I said it's possible. Yes, you said it's possible. എന്നെ ഒറ്റ കൊടുത്ത് കാണുവാൻ, അല്ലേ? രവി, ഞാൻ അതേടാ, ചങ്കില് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ രവി മാമനെ വില പറഞ്ഞ് വിൽക്കില്ല യൂസഫ്. കഴിയില്ല അവനതിന്. പക്ഷേ you did that. കിഷൻ പട്ട എന്ന പെറ്റി ഹുഡ്ലം ഒരു വല പരിച്ചതിൽ 5 പിച്ചക്കാശിട്ട് തന്നപ്പോ you traded yourself and you traded me. Please പറയടാ, എവിടെയാ കൊന്ന് കുഴിച്ചു മുടിച്ച എന്റെ യൂസഫിനെ? എനിക്കറിയില്ല. പറയാൻ എങ്ങനെയാ ചുട്ടി ചാമ്പലാക്കിയത് എന്റെ കിരണിനെ? എനിക്കറിയില്ല. Bring her in and call the police. രവി, നോക്ക്, കാല് പിടിച്ച് പറയുക ചന്ദ്രേട്ടൻ. പ്ലീസ് ട്രസ്റ്റ് മീ. വിശ്വസിക്കണം നിങ്ങൾ ഞാനല്ലേ? അതേടോ, ഐ ട്രസ്റ്റഡ് യു. ഒരു കൂടപ്പുറപ്പുരെ പോലെ വിശ്വസിച്ച് നിങ്ങളെ ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിച്ചു. But you failed me. ഒക്കെ വിറ്റ് തീരുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ഓർക്കാമായിരുന്നു ചന്ദ്രേട്ടന്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പിടിച്ചു കയറുമ്പോഴും നിങ്ങളെ ഞാനിങ്ങനെ ഒപ്പം കൂട്ടിയതിനെ കുറിച്ച്, ഓരോ ചതികളിലും ഇങ്ങനെ ചെന്ന് വീഴുമ്പോഴും ഒക്കെ പുറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനെ കുറിച്ച്. കിഷൻ ഭട്ടയും രവി മാമനും തമ്മിൽ അടിച്ചു നശിക്കുമ്പോ അവശേഷിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് മോഹിച്ച് ഒരു ഓവർനൈറ്റ് ഫോർച്യൂണിന് ജീവിതം ഗ്യാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യം നിങ്ങൾ ഓർമ്മിക്കണമായിരുന്നു ചന്ദ്രേട്ടൻ. ദാ ഈ ദുബായ് നഗരത്തിന്റെ ഇത്തിരിയില്ലാത്ത അണ്ടർവേൾഡിന്റെ ഓരോ മിടിപ്പുകളും അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ തൊട്ടറിയാൻ കഴിയും ബോംബെ എന്ന ഓർഗനൈസ് ക്രൈമിന്റെ മെഗാപോളിസിലെ ചന്ദൻ പാപ്പമാർക്ക്. യു ഷുഡന്റ് ഹാവ് ഫോർഗോട്ടൻ ദാറ്റ്. ഇനി പറയണം, എവിടെയുണ്ട് എന്റെ അമ്മു? ഇല്ല രവി, എന്നെ വിശ്വസിക്കണം. ഒന്നും അറിയില്ല ചന്ദ്രേട്ടന്. നിനക്ക് അറിയില്ലല്ലേ? പ്ലീസ് രവി. ഇവിടെ അറിയും ചന്ദ്രേട്ടൻ, അല്ലേ? യെസ്, അഞ്ജലി ഭക്തിയാർ. ഒരിക്കൽ എന്റെ പിടിയിൽപ്പെട്ടിട്ട് പിന്നെ കിഷൻ ഭട്ടയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചെങ്കിലും അന്ന് മുതൽ രവി മാമനാണ് ഇവിടെ ഗോഡ് ഫാദർ. ആൻഡ് ഷീസ് ഓൺ മൈ പേറോൾസ്. You two have met, അല്ലേ? ഇന്നലെയും കണ്ടിരുന്നു ഭട്ടയുടെ കൂടെ. Nana, bring them in. Ravi, please.
One moment. For you. No. One Mr. Kiran. Kiran Cherian Pothan. Oh my God. Kiran! Kiran! The core committee of Balco Union Workers met this morning, proposal which they will submit to the Supreme Court on the 8th of May. The details of the proposal will not be made public till they are submitted to the court. The union leaders have also made it clear that they will now abide by the court's directive after the proposals are submitted. And if the court directs them to go back to work, they will do so. On Friday, the workers had rejected an offer by the Supreme Court. Maria, that's him. Kishan Bhatta. Go get the call. Okay. എന്നിട്ട് ചോദിക്കവനോട് എപ്പോഴാ രവിമാമനെ കൂച്ചിക്കെട്ടി ഈ നായരുടെ കാൽ കീഴിൽ കൊണ്ടിരുന്നതെന്ന്. Maria, get me one more drink. Maria. Submission before the Supreme Court for a hearing. And as you said, the contents of that are not... Your drink, Mr. Nair. Devi? Yes. Ravi Maman. Maria! മറിയ വിളി കേൾക്കില്ല. വെപ്പാട്ടിയുടെ കൊട്ടാരത്തിലെ നിന്റെ ഈ അന്തിമയക്കത്തിന് കരിമ്പൂച്ചകളുടെ കാവലുമില്ല. ഇപ്പൊ നീ ഒറ്റ. You are alone and safe in the hands of എന്റെ സൂസന്നെ നിന്റെ മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ച അന്നു മുതൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്റെ ഓരോ ശ്വാസവും അറിയുന്നുണ്ടായിരുന്നു രവി മാമൻ. And now you can call it a day. രവി, പ്ലീസ് വേണ്ട, മാപ്പ്. എല്ലാം വിട്ടുതരാൻ പറയാം. നിന്റെ പെണ്ണിനെ വിട്ടുതരാൻ ഞാൻ വിളിച്ചു പറയാം കിഷൻ പട്ടയോട്. നിന്നെ അവസാനിപ്പിച്ച് തിരിച്ചു ചെല്ലുമ്പോ നിന്റെ കിങ്കരന്മാർ ഒരുപക്ഷെ ജീവനോടെ ബാക്കി വെച്ചിട്ടുണ്ടാവില്ല എന്റെ അമ്മൂനെ. ഐ നോ ദാറ്റ്. ഇനി എനിക്ക് എന്തെല്ലാമൊക്കെ നഷ്ടപ്പെട്ടാലും അത് കണ്ട് ആസ്വദിക്കാൻ ജീവനോടെ ശേഷിപ്പുണ്ടാവില്ല. നീ രവി വേണ്ട, അരുത്. എന്നെ കൊന്നിട്ട് രക്ഷപ്പെടാനാവില്ല നിനക്ക്. ഒന്നല്ല, ഒരു 100 വട്ടം രക്ഷപ്പെടും രവി മാമൻ. അതേടാ, ഈ ഒരൊറ്റ രാത്രി തികച്ചും വേണ്ടി വരുന്നില്ല രവിക്ക് ഇവിടെ ഡൽഹിയിൽ പറന്നിറങ്ങി നിന്നെ അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ. നാളെ നിന്റെ ശവം ഇവിടെ മലച്ച് പൊന്തും മുമ്പ് തിരിച്ച് ദുബായിൽ പറന്നിറങ്ങിയിരിക്കും രവി, ദൈവം പോലും അറിയാതെ. യെസ്, ഇന്നു മുതൽ നേരത്തോടെ നേരം മുൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയെ കാണാതാവുമ്പോ നാളെ രാത്രി മടിച്ച് ഡൽഹി പോലീസിന്റെ ഒരു മാൻ മിസ്സിംഗ് അലർട്ട്. നാളെ കഴിഞ്ഞ് പുലർച്ചെ മുതൽ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഫാം ഹൗസുകളിലും PVIP വ്യഭിചാരപ്പുരകളിലും ജനാധിപത്യത്തിന്റെ ഈ പഴയ കാവൽ ഭടന് വേണ്ടി പുച്ചം തെരച്ചിൽ. പിന്നെ 3-ാം പക്കം പുലർച്ചയ്ക്ക് നിന്റെ കുതിർന്ന് വീർത്ത ശവം ഇവിടുന്ന് പോലീസ് പൊക്കിയെടുക്കുമ്പോ അത് കീറി മുറിച്ച് റിപ്പോർട്ട് എഴുതാനുള്ളവന് വരെ തീരുമാനിച്ച് വിലക്കെടുത്ത് കഴിഞ്ഞു രവി മാമൻ. മറിച്ചൊരാളും ഒന്നും മുറിയാടില്ല നായരെ, തന്റെ ഈ മറിയടക്കം. പണ്ട് എനിക്കെതിരെ നീ വിലക്ക് വാങ്ങിച്ച് നിയമത്തിന് മുമ്പിൽ ഒരുപാട് പേരെ നിരത്തിയില്ലേ, അതുപോലെ അതിന് പകരം. അരുത് നായരെ, ഭയക്കരുത്. You are too old to get scared, you rotten bastard. പരമപദം പൂകി മുകളിൽ ചെന്നാലും തനിച്ചാവില്ല നീയെ. തൊട്ട് പിന്നാലെ ഉണ്ടാവും നിന്റെ കിഷൻ ഭട്ട. Wait for him.